അക്ഷരങ്ങളുടെ വെളിച്ചം തേടി ആയിരങ്ങൾ ഇന്ന് സ്കൂളുകളിലേക്കെത്തി. 2 മാസത്തെ വേനൽ അവധിക്ക് ശേഷം ആലുവ SNDP ഹൈസ്കൂളിൽ ഇന്ന് പ്രവേശനോത്സവം നടന്നു. പ്രധാനാധ്യാപിക നടാശ MP സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ PTA പ്രസിഡന്റ് സുബൈർ ആന്തോളിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ശ്രീലത രാധാകൃഷ്ണൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് കുട്ടികളിലൂടെ. അടുത്തതായി ഉദ്ഘാടന ഞാൻ പറയുന്നത് നമ്മൾ ഇതുവരെ പഠിച്ച വിദ്യാലയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അന്തരീക്ഷവും കൂട്ടുകാരും അധ്യാപകരും ഒക്കെ തന്നെയായിരിക്കാം. എങ്കിലും എല്ലാം ഏറ്റവും നമുക്ക് സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞ പോലെ ഇത് നമ്മളുടെ സ്വന്തം ഇടമാണ്, അതായത് നമ്മളുടെ കുടുംബമാണിത്. നമ്മൾ ഉണർന്നിരിക്കുന്ന സമയം ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്ന വിദ്യാലയം. ആലുവ SNDP യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ബാബു വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. ആലുവ SNDP യൂണിയൻ സെക്രട്ടറി AN രാമചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. അദ്ദേഹം ഒരു കോളേജ് വിദ്യാർത്ഥികളുടെ ക്ലാസ്സിൽ ഒന്ന് പ്രസംഗിക്കുന്നുണ്ട്. ഞാനൊരു എഞ്ചിനീയറിംഗ് ബിരുദം എടുക്കാൻ വേണ്ടിയിട്ട് എയറോനോട്ടിക് എഞ്ചിനീയർ ആവാൻ വേണ്ടി ചെന്നു. ആ പരീക്ഷയിൽ അദ്ദേഹത്തിന് പാസ്സാവാൻ സാധിച്ചില്ല. അദ്ദേഹം പൈലറ്റ് ട്രെയിനിങ്ങിന് പോയി. അദ്ദേഹം ഡിസ്ക്വാളിഫൈഡ് ആയി പോയി. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും വലിയ റോക്കറ്റ് കണ്ടുപിടിച്ച് ആ റോക്കറ്റ് നിയന്ത്രിക്കുന്ന ഒരാളായി ചേർന്നുവെന്ന് അദ്ദേഹമുണ്ട്. അത് ഓരോ ഏജ് ലിമിറ്റ് പറഞ്ഞു. ഞാൻ 20 വയസ്സിൽ ഇന്ത്യ കാര്യത്തിന് പോയി, ഞാൻ പരിഗണിക്കപ്പെട്ടില്ല. 23 വയസ്സിൽ ഞാൻ പൈലറ്റ് ലൈസൻസ് പോയി, പറ്റിയില്ല. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായ ഒരു റോക്കറ്റിന്റെ അത് പൈലറ്റ് അത് നിയന്ത്രിക്കാൻ സാധിക്കുന്ന ലെവലിലേക്ക് അദ്ദേഹം വളർത്തിച്ചേർന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ PTA വൈസ് പ്രസിഡന്റ് സജീവൻ, MPTA പ്രസിഡന്റ് ബോബി, സ്റ്റാഫ് സെക്രട്ടറി നിഷ, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.